ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ഈസിയും അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കട്ട്ലറ്റ് ആണ്. ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള രീതിയാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യണേ. നമുക്ക് ചെറിയൊരു പാർട്ടിയൊക്കെ വീട്ടിൽ നടത്തുന്ന സമയത്ത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു ടീ ടൈം സ്നാക്സ് ആണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കണേ. പൊതുവേ വെജിറ്റബിൾ കട്ട്ലറ്റിന് എടുക്കേണ്ട പച്ചക്കറികളെല്ലാം ഞാൻ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുത്തതാണ്. അപ്പോൾ ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും നമ്മുടെ പച്ചമുളക് നന്നായിട്ട് ക്രഷ് ചെയ്ത് ചേർത്തിരിക്കുകയാണ്. കൂടെ തന്നെ നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത സവാളയും നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യണം. അതിൻ്റെ പച്ചവാസനയൊക്കെ പോകണം. അതിനുശേഷം നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇടുകയാണ്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് പച്ചക്കറികൾ വേവിക്കണം, എന്നാലേ നന്നായിട്ട് കറക്റ്റായിട്ടിരിക്കുള്ളൂ കട്ട്ലറ്റിന്. അതിനുശേഷം ഉപ്പിട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിയില ഇടാം. നിങ്ങളുടെ കയ്യിൽ ആംചൂർ പൗഡർ, അതായത് ഡ്രൈ മാംഗോ പൗഡർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കാം. എല്ലാം കൂടെ ഇട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത ശേഷം ഇതേപോലെ മാഷർ വെച്ച് നന്നായിട്ട് മാഷ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കണം. അതിനുശേഷം ബ്രെഡ് പൊടിയോ അല്ലെങ്കിൽ റസ്ക് പൊടിയോ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതൊരു ബൈൻഡിങ്ങിനാണ് നമ്മളിത് ചേർക്കണത്. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം, ഈ പച്ചക്കറികളും മസാലയും അതേപോലെ ബ്രെഡ് ക്രംസും എല്ലാം തന്നെ. അതിനുശേഷം മൈദ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ലൂസായിട്ടുള്ള ഒരു പരുവത്തിലേക്ക് ആക്കി വെക്കണം. നമ്മൾ ഈ കട്ട്ലറ്റ് ഡിപ്പ് ചെയ്യാനായിട്ടാണ് അങ്ങനെ ചെയ്ത് വെക്കണത്. എന്നിട്ട് ഇനി ഓരോ ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുത്തിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് നല്ല ഫ്ലാറ്റാക്കി വടയുടെ ഷേപ്പിലാക്കി വെക്കാം. കട്ട്ലറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കുക. പൊതുവെ ഹാർട്ട് ഷേപ്പും പിന്നെ ഇങ്ങനെയുള്ള റൗണ്ട് ഷേപ്പുമാണ് കാണാറ്. ഇത് അതേപോലെ വേണം ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഇത് മൈദ നമ്മൾ കലന്ന് വെച്ചിട്ടുണ്ടല്ലോ, വെള്ളവും കൂടെ ചേർത്തിട്ട് അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക. നന്നായിട്ട് കോട്ട് ചെയ്യണം. കട്ട്ലറ്റ് കഴിക്കാൻ ബേക്കറി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് വീട്ടിലത് അതേപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കിച്ചണിൽ ആദ്യമായിട്ട് കയറുന്ന കുട്ടികൾക്ക് അതേസമയം ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നല്ല ഈസി അല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്, അതേസമയം നല്ല ടേസ്റ്റിയുമാണ്. നമ്മുടെ ചാനലിൽ ഇഡ്ഡലി കൊണ്ടുള്ള കട്ട്ലറ്റ്, അതേസമയം പിന്നെ ചോറ് കൊണ്ടുള്ള കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. അപ്പോൾ അതാ ഒന്നും കൂടെ ഞാൻ അതേപോലെ ചെയ്ത് കാണിക്കുകയാണ്. അങ്ങനെ ഞാൻ എല്ലാം കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വൺസ് എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ അത് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അല്ലെങ്കിൽ പുറമേ മാത്രം നന്നായിട്ട് ഫ്രൈ ആയിട്ട് അകമൊന്നും വേവാതിരിക്കും. ഓൾറെഡി വെന്തതാണെല്ലാം, എന്നാലും അങ്ങനെ വേണം. അതാണ് പ്രൊസീജിയർ. ഒരു ഭാഗം നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ മറുഭാഗം തിരിച്ചിടുക. അതിന് ശേഷം ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കട്ട്ലറ്റ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. പുറമേ നല്ല ക്രിസ്പിയാണ്, അതേസമയം അകത്ത് നല്ല സോഫ്റ്റും. അതാണ് കട്ട്ലറ്റിൻ്റെ ഒരു രീതി. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണേ. താങ്ക് യു ഓൾ.